ഹായ് ഗായ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 6th സെം BSc കെമിസ്ട്രിയുടെ എക്സാംസ് ഏപ്രിൽ 3 സ്റ്റാർട്ട് ആവുകയാണ്. അതിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ എക്സാം വരുന്നത് ഏപ്രിൽ 4 ഓർഗാനിക് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കൺസെപ്റ്റ്സ് ഒക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മളുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ സിലബസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 6 മൊഡ്യൂൾസ് ആണ് ഈ 6th സെമ്മിൽ പഠിക്കാനുള്ളത്. സോ അതിലെ ആദ്യത്തെ മൊഡ്യൂൾ വരുന്നത് സ്ട്രക്ചറൽ എലൂസിഡേഷൻ ആണ്. അതായത് നമ്മളുടെ NMR, IR, UV എന്നുള്ള ആ ഇൻസ്ട്രുമെൻറ്റേഷൻ മെത്തേഡ് നമ്മുടെ ഓർഗാനിക് മോളിക്യൂൾസിന് എങ്ങനെയാണ് അപ്ലിക്കബിൾ ആവുന്നുള്ള രീതിയിലുള്ള ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പേപ്പറാണ് ഇതിലുള്ളത്. സോ അതിൽ നിങ്ങൾക്ക് ആദ്യം പഠിക്കാനുള്ള ഈ മൊഡ്യൂളിൻ്റെ സബ്സെക്ഷനിൽ ആദ്യം പഠിക്കാനുള്ളത് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയാണ്. സോ അതിൽ തന്നെ നിങ്ങൾ ആദ്യം അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ബീർ-ലാംബേർട്സ് ലോ അറിഞ്ഞിരിക്കണം. സോ ബീർ-ലാംബേർട്സ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ തന്നെ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് അത് വരാറുണ്ട്. സോ അത് ഓർത്ത് വെക്കണം. സോ അതിൽ പിന്നെ വരുന്നത് എന്താണ്, നമ്മളുടെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ അവിടുത്തെ ഏതൊക്കെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് ഒരു മോളിക്യൂളിൽ, ഒരു ഓർഗാനിക് മോളിക്യൂളിൽ പോസിബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതും തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അതായത് അവിടുത്തെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഒരു ടോപ്പിക്കാണ് ക്രോമോഫോഴ്സും ഓക്സോക്രോംസും. അത് എന്താണെന്നുള്ളത്, അതുപോലെ ആ ഓക്സോക്രോമിക് ഗ്രൂപ്പ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ക്രോമോഫോർ എന്നുള്ളതും എന്താണ് ഓക്സോക്രോംസ് ഉള്ളതും ഒക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ ഉള്ള ഒരു ടോപ്പിക്കാണ് ഷിഫ്റ്റുകൾ. ബാത്രോക്രോമിക് ഷിഫ്റ്റും ഹൈപ്പോക്രോമിക് ഷിഫ്റ്റും ഹൈപ്പർക്രോമിക് ഷിഫ്റ്റും ഒക്കെ ഉണ്ടല്ലോ. അതായത് നമ്മൾ റെഡ് ഷിഫ്റ്റും ബ്ലൂ ഷിഫ്റ്റും. അതെന്താണ് റെഡ് ഷിഫ്റ്റ് എന്നും എന്താണ് ബ്ലൂ ഷിഫ്റ്റ് എന്നും അത് കാണിക്കുന്ന മോളിക്യൂൾ ഏതൊക്കെയാണെന്നുള്ളതും പെർട്ടിക്കുലർ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് അത് വരാറുണ്ട്. ഓക്കെ, സോ ഈ ഏരിയയിൽ നിന്ന് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഏരിയയിൽ നിന്നൊക്കെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. പിന്നെ വരുന്നത് അതാണ്, അതിൽ ചില മോളിക്യൂളിൻ്റെ ലാംഡ മാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അതൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ട്രക്ചർ തന്നിട്ട് ആ സ്ട്രക്ചറിൽ നമ്മൾ ലാംഡ മാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാമല്ലോ. സോ ആ ഓരോ ഗ്രൂപ്പിനും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോ വാല്യൂസ് ഉണ്ടാവും. സോ ആ വാല്യൂസ് ഒക്കെ ആഡ് ചെയ്ത് നമുക്കൊരു എക്സ്പെക്റ്റഡ് ലാംഡ മാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. സോ ആ രീതിയിലും ചോദ്യങ്ങൾ വരാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. അതും തന്നെ 2 മാർക്കിൻ്റെ സെക്ഷനിലാണ് അത് വരാറ്. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞ സബ്സെക്ഷനിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തത് നമ്മളുടെ ഒരു സബ്സെക്ഷൻ എന്ന് പറഞ്ഞാൽ IR സ്പെക്ട്രോസ്കോപ്പിയാണ്. IR സ്പെക്ട്രോസ്കോപ്പിയിൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗ്രൂപ്പ് ഫ്രീക്വൻസീസ് ആണ്. ഗ്രൂപ്പ് ഫ്രീക്വൻസിയിൽ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെയും ഫ്രീക്വൻസി റേഞ്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീജിയനാണ് ഇത്, ഫിംഗർ പ്രിൻറ്റ് റീജിയൻ എന്ന് പറഞ്ഞിട്ട്. ഈ സെക്ഷനിൽ നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അതായത് എന്താണ് ഗ്രൂപ്പ് ഫ്രീക്വൻസി എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. പിന്നെ ഉള്ളത് നമ്മളുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ IR ഫ്രീക്വൻസി ചോദിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു മോളിക്യൂൾ തന്നിട്ട് അവിടെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് IR വൈബ്രേഷൻസ് ഉണ്ടാവുന്നു, അതിൻ്റെയൊക്കെ റേഞ്ച് ഏതൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ചോദിക്കാനുണ്ട്. അതുപോലെ തന്നെ ഒരു മോളിക്യൂൾ തന്നിട്ട് അതിന് ഏതൊക്കെ പോസിബിൾ ആയിട്ടുള്ള IR ഫ്രീക്വൻസി കാണിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെക്ട്ര തന്നിട്ട് സ്പെക്ട്രയിൽ ഏതൊക്കെയാണ് ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ആണ് അതെന്നും ചോദിക്കാനുണ്ട്. സോ അത് ആ രീതിയിൽ ചോദ്യം വരാം. അതായത് നമ്മൾ മോളിക്യൂൾ തന്നിട്ട് അല്ലെങ്കിൽ ഡാറ്റ തന്നിട്ട് മോളിക്യൂൾ ഏതാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ മോളിക്യൂൾ തന്നിട്ട് അതിൽ എവിടെയൊക്കെ ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഏതൊക്കെ ഫ്രീക്വൻസി റേഞ്ചിൽ അത് കാണിക്കുക എന്നുള്ളതും 2 രീതിയിലും റിവേഴ്സ് ആയിട്ടും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളുടെ ഒരു മോളിക്യൂൾ തന്നു, അതിൽ ഹൈഡ്രജൻ ബോണ്ടഡ് ആയിട്ടുള്ള മോളിക്യൂൾ ആണോ, അല്ലെങ്കിൽ നോൺ ഹൈഡ്രജൻ ബോണ്ടഡ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടാണോ, അല്ലെങ്കിൽ OH ഗ്രൂപ്പ് ഹൈഡ്രജൻ ബോണ്ടഡ് ആണോ, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടാണോ എന്ന് എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ വരാം. അതുപോലെ തന്നെ മോളിക്യൂൾസിനെ എങ്ങനെ നമുക്ക് IR സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇപ്പോൾ 2 മോളിക്യൂൾ തന്നു, ആ 2 മോളിക്യൂൾ ഈ 2 മോളിക്യൂളിനെയും എങ്ങനെ നമുക്ക് IR സ്പെക്ട്ര വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ചോദിക്കാം. സോ ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ഒരു കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, വന്ന് കണ്ടിട്ടുണ്ട്. സോ ആ രീതിയിൽ തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യണം. സോ അങ്ങനെയാണ് ഇവിടുത്തെ UVയും IRും
IR നിന്നും ക്വസ്റ്റ്യൻ വരാനുള്ളത്. സോ അടുത്തൊരു സബ്സെക്ഷനാണ് നമ്മുടെ NMR. അതിൽ NMRൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കെമിക്കൽ ഷിഫ്റ്റ് എന്താണെന്നുള്ളതാണ്. ഇതിൽ കെമിക്കൽ ഷിഫ്റ്റ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും നമ്മുടെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും വരാറുണ്ട്. സോ 2 മാർക്കിൻ്റെ ആണെങ്കിൽ ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. അതുപോലെ 5 മാർക്കിൻ്റെ ആണെങ്കിൽ എന്താണ് കെമിക്കൽ ഷിഫ്റ്റ് എന്നും എങ്ങനെയൊക്കെയാണ് കെമിക്കൽ ഷിഫ്റ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെന്നതും അതുപോലെ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിനും പെർട്ടിക്കുലർ ആയിട്ട് ഒരു റേഞ്ച് ഉണ്ടല്ലോ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസിൻ്റെ. സോ അതെന്താണെന്നും അതുപോലെ അതെന്തുകൊണ്ടാണ് ആ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ ആ റേഞ്ചിൽ വരുന്നതെന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിൽ നമ്മളുടെ ഡീഷീൽഡഡ് പ്രോട്ടോൺ ആവുന്നതും ഷീൽഡഡ് പ്രോട്ടോൺ ആവുന്നതും അതൊക്കെ നിങ്ങളുടെ പോയിന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതൊരു 5 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടും വരാറുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എസ്എ ടൈപ്പ് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളതിൽ ABC എന്നുള്ള രീതിയിലായിരിക്കും എസ്എ ക്വസ്റ്റ്യൻസ് മോസ്റ്റ് പ്രോബബ്ലി വരിക. സോ അതിൽ A സെക്ഷൻ ആയിട്ട് ചിലപ്പോൾ നമ്മുടെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ എന്താണെന്ന് ചോദിക്കും. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് B എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ സ്പിൻ സ്പ്ലിറ്റിംഗ് എന്താണെന്ന് ചോദിക്കും. അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ എസ്എ ഇപ്പോൾ കണ്ടുവരുന്നത്. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് 10 മാർക്കിന് ചോദിക്കുന്ന രീതിയിലല്ല. സോ അത് അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം. സോ A സെക്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് കെമിക്കൽ ഷിഫ്റ്റ് ആണെന്നുള്ള രീതിയിൽ ചോദിക്കാം. സോ ആ കെമിക്കൽ ഷിഫ്റ്റ് എന്താണെന്നുള്ള രീതിയിൽ കെമിക്കൽ ഷിഫ്റ്റ് എന്താണെന്ന് അതുപോലെ എങ്ങനെയൊക്കെ കെമിക്കൽ ഷിഫ്റ്റ് മെഷർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും അതുപോലെ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിനും പെർട്ടിക്കുലർ ആയിട്ടുള്ള കെമിക്കൽ ഷിഫ്റ്റ് റേഞ്ച് ഉണ്ട്. അതെങ്ങനെയാണ് ആ റേഞ്ച് വരുന്നതെന്നും ഡീഷീൽഡഡ് പ്രോട്ടോണും ഷീൽഡഡ് പ്രോട്ടോണും അങ്ങനെയൊക്കെയുള്ള ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യനെ നിങ്ങൾ സ്ട്രക്ചർ ആയിട്ട് ആൻസർ ചെയ്യണം. സോ അതിൽ ഞാൻ പറഞ്ഞതുപോലെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ അതിൻ്റെ ആ റേഞ്ച് അതൊക്കെ ഓർത്ത് വെക്കണം. നമ്മുടെ NMRൽ നമ്മൾ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറും കൂടി അതിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു റേഞ്ച് കെമിക്കൽ ഷിഫ്റ്റ് റേഞ്ച് എന്തായാലും പഠിച്ചു വെക്കണം. സോ അതിൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞത് സ്പിൻ സ്പ്ലിറ്റിംഗ് ആണ്. ഇതും തന്നെ നിങ്ങളുടെ 5 മാർക്ക് ക്വസ്റ്റ്യനിൽ വരാറുള്ള ഫ്രീക്വൻ്റ് ആയിട്ട് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എന്തുകൊണ്ടാണ് നമ്മളുടെ സ്പിൻ സ്പ്ലിറ്റിംഗ് വരുന്നതെന്നും അതുപോലെ എങ്ങനെയാണ് ഒരു നൈബറിംഗ് പ്രോട്ടോണിൻ്റെ നമ്പർ കൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന പ്രോട്ടോണിൻ്റെ ഗ്രാഫ് സ്പ്ലിറ്റ് ആവുന്ന അല്ലെങ്കിൽ പീക്ക് സ്പ്ലിറ്റ് ആവുന്നുള്ളതിൻ്റെ ആ പാറ്റേൺ ഉണ്ടാവും. പാസ്കൽസ് ട്രയാങ്കിളും N+1 റൂളും ഒക്കെ വെച്ചിട്ട് നിങ്ങളത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം നിങ്ങളുടെ ആൻസറിന്. അതാണ് രണ്ടാമത്തെ NMRലെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ. ഓക്കെ, അതിൽ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ പെർട്ടിക്കുലർ ആയിട്ടുള്ള മോളിക്യൂളിൻ്റെയും NMR ഡാറ്റയാണ്. സോ അതിൽ എങ്ങനെയൊക്കെയാണ് നമുക്കതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു മോളിക്യൂൾ തന്നാൽ അതിന് എത്ര സ്പ്ലിറ്റിംഗ് പാറ്റേൺ ഉണ്ടായിരിക്കും, എത്ര പീക്കുകൾ ഉണ്ടായിരിക്കും, അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ എത്ര ഇക്വലൻ പ്രോട്ടോൺസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ഒരു മോളിക്യൂൾ തന്നാൽ അതിൽ എത്ര പീക്ക് ഉണ്ട് എന്ന് അറിയണത് എങ്ങനെയാണ്, നമുക്ക് എത്ര ഇക്വലൻ പ്രോട്ടോൺ ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അത് പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ പീക്ക് അത്രയും എത്ര ഇക്വലൻ പ്രോട്ടോൺ ഉണ്ടോ അത്രയും സിഗ്നൽസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് സ്പ്ലിറ്റിംഗ് വരിക. സോ അതും നൈബറിംഗ് പ്രോട്ടോണിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് സ്പ്ലിറ്റിംഗ് വരുന്നത്. സോ അതിൽ നമുക്ക് പിന്നെ വരാനുള്ളത് ഓരോ ഓർഗാനിക് മോളിക്യൂളിൻ്റെയും NMR ഡാറ്റ വെച്ചിട്ട് പറയാനുള്ളതാണ്. സോ നിങ്ങളുടെ സിലബസ് പ്രകാരം നിങ്ങൾക്ക് പഠിക്കാനുള്ള മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഈത്തൈൽ ബ്രോമൈഡ് ഉണ്ട്, എത്തനോള്, അസറ്റാൽഡിഹൈഡ്, അസറ്റോണ്, ട്രൈബ്രോമോ ഈത്തൈൻ, പ്രൊപ്പനോയിക് ആസിഡ്, ഇഥൈൽ അസറ്റേറ്റ്, ടൊലുവിൻ ആൻഡ് അസറ്റോഫിനോൺ. സോ ഇത്രയും മോളിക്യൂളിൻ്റെ NMR ഡാറ്റ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങളോട് പൊതുവെ ചോദിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ്എ സെക്ഷനിലാണ് ഇത് അധികവും കണ്ടുവന്നിട്ടുള്ളത്. എസ്എ സെക്ഷനിലും 5 മാർക്ക് സെക്ഷനിലും. സോ 5 മാർക്ക് സെക്ഷനിലാണെങ്കിൽ ഒന്നെങ്കിൽ ഇതിൻ്റെ തിയറി സ്റ്റേറ്റ് ചെയ്യാനാണ് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മോളിക്യൂൾ തരും. അതിപ്പോൾ ഈ മോളിക്യൂൾ ഇതിൽ ഈ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു മോളിക്യൂളിൻ്റെ നെയിം തന്നിട്ട് ആ മോളിക്യൂളിൻ്റെ NMR ഡാറ്റ ഡ്രോ ചെയ്യാനാണ് പൊതുവെ ചോദിക്കാറുള്ളത്. സോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ആ മോളിക്യൂൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ സ്കെൽട്ടൻ വരച്ചിട്ട് അതിൽ എത്ര ഇക്വലൻ പ്രോട്ടോൺസ് ഉണ്ട് എന്ന് ആദ്യം കൗണ്ട് ചെയ്യാം. എന്നിട്ട് അത്രയും പീക്കുകൾ ഉണ്ടായിരിക്കുമല്ലോ. സോ ഓരോ പ്രോട്ടോണും ഏത് പൊസിഷനിലാണ് അല്ലെങ്കിൽ ഏത് കെമിക്കൽ എൻവയോൺമെൻറ്റിലാണ് നിൽക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കെമിക്കൽ ഷിഫ്റ്റും പ്രെഡിക്റ്റ് ചെയ്യാം. കെമിക്കൽ ഷിഫ്റ്റ് പ്രെഡിക്റ്റ് ചെയ്ത് അതിന് ശേഷമാണ് നിങ്ങൾ സ്പ്ലിറ്റിംഗ് പാറ്റേൺ പറയാനുള്ളത്. സോ സ്പ്ലിറ്റിംഗ് പാറ്റേണും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഫുൾ മാർക്ക് കിട്ടും. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇപ്പോൾ നിങ്ങളോട് സ്ട്രക്ചർ വരയ്ക്കാൻ അല്ലെങ്കിൽ NMR ഡാറ്റ വരയ്ക്കാൻ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് അതിന് ആൻസർ ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ ആ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക, അതായത് എത്ര ഇക്വലൻ പ്രോട്ടോൺസ് ഉണ്ട് എന്ന് എഴുതുക,
എന്നിട്ട് അതിൽ ഇക്വലന്റ് പ്രോട്ടോൺസിൽ ഓരോ പ്രോട്ടോൺസും ഏത് ഷിഫ്റ്റ് റേഞ്ചിലാണ് കാണിക്കുന്നതെന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് വേണം ആ ഗ്രാഫിൽ ഇപ്പോൾ നമ്മൾ ഷിഫ്റ്റ് വരച്ചു കഴിഞ്ഞു, അതിൽ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് കപ്ലിംഗ് പാറ്റേൺ അല്ലെങ്കിൽ സ്പിൻ കപ്ലിംഗ് ആണ്. അപ്പോൾ ഓരോ പ്രോട്ടോണും എത്ര സ്പ്ലിറ്റിംഗ് പാറ്റേൺ ഉണ്ടാവും നോക്കുക, എന്നിട്ട് അത് വരയ്ക്കാം. അങ്ങനെയാണ് അതിനെ ആൻസർ ചെയ്യേണ്ടത്. സോ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും മോളിക്യൂൾ ഉണ്ടല്ലോ, ഇത്രയും മോളിക്യൂളിനെ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാതെ പഠിക്കണം. ഇതേ മോളിക്യൂളിനെ തന്നെ നിങ്ങൾ ചോദിക്കാറുണ്ട്. നിങ്ങൾ പ്രീവിയസ് ഇയറിൽ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്നത്. നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസിൽ ഇതേ മോളിക്യൂൾസിനെ തന്നെ അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾ തന്നെ ചോദിക്കാറുള്ളൂ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദിക്കാറില്ല. ഓക്കെ, സോ നമ്മൾ NMR ഡാറ്റ, NMRൻ്റെ സെക്ഷൻ ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഇതിൽ NMRൽ നിന്നാണ് കുറേയും കൂടി ഈ ഒരു ചാപ്റ്റർ, ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് NMRൽ നിന്നാണ് SA സെക്ഷൻ്റെ അധികവും കണ്ടിട്ടുള്ളത്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ അടുത്തൊരു സബ്സെക്ഷനാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. സോ ഇതിൽ നമ്മൾ ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ പേപ്പർ ക്രോമാറ്റോഗ്രാഫിയും അതുപോലെ കോളം ക്രോമാറ്റോഗ്രാഫിയും ഡയറക്റ്റ് ആയിട്ട് തന്നെ 5 മാർക്ക് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിൽ നമുക്ക് ക്രോമാറ്റോഗ്രാഫി എന്താണെന്നുള്ള രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾ, മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകണം. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു RF ഫാക്ടർ ഉണ്ടല്ലോ, നമ്മുടെ RF ഫാക്ടർ എന്താണെന്നുള്ള രീതിയിൽ 2 മാർക്കിൻ്റെ സെക്ഷനിലും ചോദിച്ചിട്ടുണ്ട്. സോ ഈ സെക്ഷനിൽ നിന്ന് ആ രീതിയിലൊക്കെയാണ് എന്താണ് ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് എന്നും അതുപോലെ RF ഫാക്ടർ എന്താണെന്നും അതുപോലെ സ്റ്റേഷനറി ഫേസ്, മൊബൈൽ ഫേസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് ചോദിക്കാറുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം. സോ അടുത്ത മൊഡ്യൂൾ നോക്കാം നമുക്ക്. അടുത്ത മൊഡ്യൂൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആണ്. സോ കാർബോഹൈഡ്രേറ്റും തന്നെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അതിൽ തന്നെ നിങ്ങൾ ഈ ഒരു 6th സെമ്മിൻ്റെ ഓർഗാനിക് കെമിസ്ട്രി ടോപ്പിക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റിയാക്ഷൻ മെക്കാനിസം രീതിയിൽ വലിയ വലിയ റിയാക്ഷൻസ് ഒന്നും പഠിക്കാനില്ല. കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, പെർട്ടിക്കുലർ ആയിട്ടുള്ള എക്സാമ്പിൾസും ഉണ്ട്. സോ അതിൻ്റെയൊക്കെ സ്ട്രക്ചർ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ ഈ ചാപ്റ്റർ അല്ല, ഇനിയുള്ള ചാപ്റ്ററിൽ ഇവിടെയും ഇനിയുള്ള ചാപ്റ്ററുകളിലൊക്കെ കുറേ സ്ട്രക്ചേഴ്സ് പഠിക്കാനുണ്ട്. ഇപ്പോൾ നാച്ചുറൽ പ്രൊഡക്ട്സ് ആണെങ്കിലും അതിൻ്റെ ന്യൂക്ലിക് ആസിഡ് അവിടെയൊക്കെ തന്നെ നിങ്ങൾക്ക് കുറേ സ്ട്രക്ചേഴ്സ് പഠിക്കാനുണ്ട്. ആ സ്ട്രക്ചേഴ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്ട്രക്ചറും അതിൻ്റെ ആപ്ലിക്കേഷൻസും അതെന്തുകൊണ്ടാണ് ആ സ്ട്രക്ചറിൻ്റെ ഇമ്പോർട്ടൻസ് കൊണ്ട് ആ ആപ്ലിക്കേഷനിലേക്ക് എത്തുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കണം. എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് കാർബോഹൈഡ്രേറ്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് എന്ന് പറഞ്ഞാൽ എപ്പിമേഴ്സ് ആൻഡ് ആനോമേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് 5 മാർക്കിന് നിങ്ങൾക്ക് പ്രീവിയസിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കണം. അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ വെച്ചിട്ട് തന്നെ നിങ്ങൾ നോക്കണം. ആ രീതിയിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 2 രീതിയിൽ വന്നിട്ടുണ്ട്. എപ്പിമേഴ്സ് എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യാൻ, അതുപോലെ ആനോമേഴ്സ് എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യാൻ, അതുപോലെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള രീതിയിലും ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു സെക്ഷനാണ് മ്യൂട്ടാ റൊട്ടേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു സബ്സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫിഷർ സിന്തസിസും റഫ് ഡിഗ്രഡേഷൻ. അതും 5 മാർക്കിൻ്റെ സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിൻ്റെയിൽ എന്താണ് കിലിയാനി ഫിഷർ സിന്തസിസ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓസോൺ ഫോർമേഷൻ ആണ്. വിത്ത് മെക്കാനിസം നിങ്ങൾ അത് പഠിച്ചു വെക്കണം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലൈവ് സെഷൻസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലൈവിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ടാവും ഈ വീഡിയോയുടെ കൂടെ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ലൈവ് കാണാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ തന്നെയാണ് ലൈവിൽ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. സോ നമുക്ക് ഇനി ആ സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡൈസാക്രൈഡ്സ് ആണ്. ഡൈസാക്രൈഡ്സും പോളിസാക്രൈഡ്സും ഉണ്ടല്ലോ, ഡൈസാക്രൈഡ്സും പോളിസാക്രൈഡ്സും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് ഡൈസാക്രൈഡ്സ് വരുന്നത്, അതിൻ്റെ സൈക്ലിക് സ്ട്രക്ചർ ആണ് ഇമ്പോർട്ടൻ്റ്. സൈക്ലിക് സ്ട്രക്ചർ തന്നെ ചോദിക്കും. സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്, മാൾട്ടോസ് എന്നൊക്കെ രീതിയിൽ തന്നെ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രക്ചേഴ്സ്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഓർഗാനിക് കെമിസ്ട്രിയുടെ പേപ്പറിൽ സ്ട്രക്ചറിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്ട്രക്ചർ ഒരു രീതിയിലും സ്കിപ്പ് ചെയ്യാൻ നോക്കരുത്. ഓക്കെ, പിന്നെ ഉള്ള ഒരു സബ് ടോപ്പിക്കാണ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ ആൻഡ് റെഡ്യൂസിങ് ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്തൊരു സബ്സെക്ഷൻ ആണ് പോളിസാക്കറൈഡ്സ്. അതിൽ തന്നെ സ്റ്റാർച്ച് ആൻഡ് ഗ്ലൈക്കോജൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. സോ എന്താണ് സ്റ്റാർച്ച്, എന്താണ് ഗ്ലൈക്കോജൻ,
അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഇമ്പോർട്ടൻസും വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. സോ ഇതും 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന വേറൊരു സെക്ഷനാണ് ഇവിടുത്തെ ടെസ്റ്റുകൾ. നമ്മളുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ ടെസ്റ്റുകൾ ഉണ്ടല്ലോ. കാർബോഹൈഡ്രേറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ടോളറൻസ് ടെസ്റ്റ്, ഫെലിംഗ് ടെസ്റ്റ്, ബെനഡിക്ട് ടെസ്റ്റ് ആൻഡ് മോളിഷ് ടെസ്റ്റ്. സോ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ പെർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾ അത് ഓർത്ത് വെക്കണം. ആ പെർട്ടിക്കുലർ കോമ്പൗണ്ട് എങ്ങനെയാണ് ഈ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് പോസിറ്റീവ് ടെസ്റ്റ് തരുന്നത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് നിങ്ങളോട് ചോദിക്കുക ചിലപ്പോൾ ഈ ടെസ്റ്റ് എന്താന്ന് ബ്രീഫ് ചെയ്യാനാണ്. അതായത് ഒന്നെങ്കിൽ ടോളറൻസ് ടെസ്റ്റ് ബ്രീഫ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫെയിലിംഗ്സ് ടെസ്റ്റ് ബ്രീഫ് ചെയ്യാനാണ് ചോദിക്കുക. ഇതൊക്കെ അധികം 2 മാർക്കിൻ്റെ സെക്ഷനിൽ കണ്ടിട്ടുണ്ട്. ടോളറൻസ് ടെസ്റ്റും ഫെയിലിംഗ് ടെസ്റ്റും 2 മാർക്കിൻ്റെ സെക്ഷനിൽ കണ്ടിട്ടുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ കേസിൽ. അടുത്ത നോക്കാം മൊഡ്യൂൾ 3, നമ്മുടെ പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ് എന്നുള്ള ടോപ്പിക്. സോ ഇവിടെ വരുന്നത് അമിനോ ആസിഡ്സ് ആണല്ലോ ആദ്യം വരുന്നത്. അമിനോ ആസിഡ്സിൽ നമ്മൾ ഏതൊക്കെയാണ് അമിനോ ആസിഡ്സ്, അതുപോലെ പിന്നെ വരുന്നത് അതിൽ ആസിഡിക് ആയിട്ടുള്ള, നോൺ ആസിഡിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ചോദിക്കാറുണ്ട്. അതിൻ്റെ എക്സാംസ് ഏതൊക്കെ അമിനോ ആസിഡ്സ് ആണ്, ഏതൊക്കെ കാറ്റഗറിയിലാണ് അമിനോ ആസിഡ്സ് വരുന്നത് എന്നുള്ളത് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഡിറ്റർമിനേഷൻ ആണ്. അതായത് പെപ്റ്റൈഡ്സിൻ്റെ സ്ട്രക്ചർ ഡിറ്റർമിനേഷൻ. അതിന് 2 മെത്തേഡ് ഉണ്ട്, എഡ്മാൻ ഡിഗ്രഡേഷനും സാങ്കേഴ്സ് മെത്തേഡും. ഈ 2 മെത്തേഡും ആണ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ എസ് എ സെക്ഷനായിട്ട് ചോദിച്ചിട്ടുള്ളത്. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ 2 മെത്തേഡിനെയും ബ്രീഫ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇനിയും ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ അത് 5 മാർക്കിലോ അല്ലെങ്കിൽ എസ് എയിലോ വരാൻ ചാൻസ് ഉണ്ട്. സോ അത് നോക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സോളിഡ് ഫേസ് സിന്തസിസ്. പെപ്റ്റൈഡ്സിൻ്റെ സോളിഡ് ഫേസ് സിന്തസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും തന്നെ 5 മാർക്കിൻ്റെ സെക്ഷനിൽ കണ്ടിട്ടുണ്ട്. 5 മാർക്കിൻ്റെ സെക്ഷൻ, അല്ലെങ്കിൽ അത് എസ് എ ആയിട്ടും സോളിഡ് ഫേസ് സിന്തസിസ് ചോദിച്ചിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ കാർബോഹൈഡ്രേറ്റിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ പ്രോട്ടീൻ്റെ കേസിൽ നമുക്ക് കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതിലൊന്നാണ് സാന്തോ പ്രോട്ടീൻ ടെസ്റ്റ്, ബയോറേറ്റ് ടെസ്റ്റ് ആൻഡ് ഇൻഹൈഡ്രിൻ ടെസ്റ്റ്. സോ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. കാർബോഹൈഡ്രേറ്റിൻ്റെ കേസിൽ പറഞ്ഞ പോലത്തെ ടെസ്റ്റുകളും അതും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഞാൻ പറഞ്ഞത് അവിടുത്തെ കെമിക്കൽ, അവിടെ യൂസ് ആവുന്ന കെമിക്കൽസ് എന്തൊക്കെയാണെന്നും അതുപോലെ ആ കെമിക്കൽ റിയാക്ഷൻ എന്താണ്, പെർട്ടിക്കുലർ ആയിട്ട് ഏത് ബോണ്ടുമായിട്ടാണ് ഈ കോമ്പൗണ്ട്സ് റിയാക്ട് ചെയ്തിട്ട് അവർ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തരുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കണം. സോ ബേസിക് ആയിട്ട് നിങ്ങൾ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെസ്റ്റ് എഴുതുമ്പോൾ അത് എന്താണ് ആ ടെസ്റ്റിൽ യൂസ് ആക്കുന്ന കെമിക്കൽ, ആ കെമിക്കൽ ഏത് ബോണ്ടുമായിട്ടാണ് റിയാക്ഷൻ വരുന്നത്, ആ റിയാക്ഷൻ നടത്തിയിട്ട് എന്ത് ചേഞ്ചാണ് അവിടെ കാണിക്കുന്നത്, അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ടെസ്റ്റിനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ആ രീതിയിലാണ് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ കേസിലായാലും പ്രോട്ടീൻ്റെ കേസിലായാലും അതിനെ പോസിറ്റീവായിട്ട് കാണിക്കുന്ന ടെസ്റ്റുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സോ അവിടെ എങ്ങനെയാണ് ആ ടെസ്റ്റിൽ മോളിക്യൂൾ ഉള്ളത്, ആ മോളിക്യൂൾ എങ്ങനെയാണ് ആ റിയാക്ഷൻ തരുന്നത്, റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ ചേഞ്ച് വരുന്നത്, അങ്ങനെയാണ് നിങ്ങളത് ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ 2 മാർക്ക് സെക്ഷനിൽ ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ബയോറേറ്റ്, അതിൽ തന്നെ ബയോറേറ്റ് ടെസ്റ്റ് ആണ് ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇത് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു സബ്സെക്ഷൻ ആണ് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡിൽ നമുക്കറിയാം DNA RNA ആണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൽ തന്നെ പിന്നെ വരുന്നത് നൈട്രജൻ ബേസസ് ആണ്. സോ നൈട്രജൻ ബേസസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. അതുപോലെ ഏതൊക്കെ നൈട്രജൻ ബേസസ് ആണ് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉണ്ടാക്കുന്ന ബേസ് പെയറിങ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിൻ്റെ ബേസിലാണ് ആ പെയറിങ് നടക്കുന്നത് ചോദിക്കാറുണ്ട്. അതുപോലെ ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും അതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ പിന്നെയുള്ളതാണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെയുള്ള ഒരു ടോപ്പിക്കാണ് DNA റെപ്ലിക്കേഷൻ. ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് DNA റെപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. പിന്നെ ഉള്ളതാണ് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA ചോദിക്കാറുണ്ട്. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട്, എക്സയുടെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. എസ് എ സെക്ഷനിൽ DNAയുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറും അതുപോലെ ഈ നൈട്രജൻ ബേസസ് ഒക്കെ 2 മാർക്ക് സെക്ഷനിലും ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമ്മളുടെ ചാപ്റ്ററിലെ സബ്സെക്ഷനാണ് ന്യൂക്ലിക് ആസിഡ്. ക്ലിയർ അല്ലേ? സോ അടുത്ത മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കാം. അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ബയോമോളിക്യൂളാണ്. സോ ബയോമോളിക്യൂളിൽ ആദ്യം വരുന്ന ഒരു സബ്സെക്ഷനാണ് ലിപ്പിഡ്സ്. ഓക്കെ, സോ ലിപ്പിഡ്സിൽ ഒരു ക്ലാസിഫിക്കേഷനിൽ
അതിൽ ആദ്യം വരുന്നതാണ് ഫാറ്റ്സ് ആൻഡ് ഓയിൽ എന്താണെന്നുള്ളത്. ഓക്കെ, സോ ഫാറ്റ്സും ഓയിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും, അതുപോലെ ഹൈഡ്രോജിനേഷൻ ഓഫ് ഫാറ്റ്സ്. സോ ഹൈഡ്രോജിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഹൈഡ്രോജിനേഷൻ നടന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഫാറ്റിലും ഓയിലിലും ഒക്കെ ചേഞ്ച് വരുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിൽ പിന്നെ വരുന്നത് ആസിഡ് വാല്യൂ, സാപ്പോണിഫിക്കേഷൻ വാല്യൂ, അയഡിൻ വാല്യൂ. ഇതും ഒക്കെ 3 കൺസെപ്റ്റും 2 മാർക്ക് സെഷനിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് ആസിഡ് വാല്യൂ എന്താണ്, സാപ്പോണിഫിക്കേഷൻ വാല്യൂസ് എന്താണ്, അതുപോലെ അയഡിൻ വാല്യൂ എന്താണെന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്സെക്ഷനാണ് സ്റ്റിറോയിഡ്. സ്റ്റിറോയിഡിൽ തന്നെ നമ്മളുടെ കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷനും ഒക്കെ നമ്മൾ 5 മാർക്ക് സെക്ഷനിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ പഠിക്കുക വേണം. വേറൊരു രീതിയിലും നിങ്ങൾക്ക് അത് സ്കോർ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ അതിൻ്റെ ആപ്ലിക്കേഷൻ മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല. ആ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറും അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പും ഒക്കെ തെറ്റാതെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും, ആൻസർ ഷീറ്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെയുള്ളത് നമ്മുടെ LDLും HDLും എന്താണെന്നുള്ള ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസും അതുപോലെ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസും അതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചോദിക്കാറുണ്ട്. അതൊരു 5 മാർക്ക് സെഷനിൽ കണ്ടിട്ടുണ്ട്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്, ഹൈ ഡെൻസിറ്റി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ്. ഓക്കെ, സോ അടുത്ത നോക്കാം നമുക്ക്. അടുത്ത ഹോർമോൺസ് ആണ്. ഹോർമോൺസിൽ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ്. ഇതിൽ സ്ട്രക്ചറും അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, ആ സ്ട്രക്ചറും മോളിക്യൂള് നമ്മളുടെ ബോഡിയിൽ എന്തൊക്കെ ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യാനാണ് ആ പെർട്ടിക്കുലർ ഹോർമോൺസ് യൂസ് ആവുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെയുള്ളൊരു സബ്സെക്ഷനാണ് വിറ്റമിൻസ്. വിറ്റമിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻസ് ആണ്. 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അതിൻ്റെ സോഴ്സും അത് ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് ഉണ്ടാവുന്ന അസുഖങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങൾ വിറ്റാമിനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ട്രക്ചർ വിറ്റാമിൻ സിയുടെ ആണ്. അത് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ 2 മാർക്ക് സെഷനിൽ ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ മൊഡ്യൂളിന് 2 മാർക്കിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് വിറ്റാമിൻ. അതുപോലെ നിങ്ങളുടെ സ്റ്റിറോയിഡ്സിൽ കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചറും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത മൊഡ്യൂൾ നോക്കാം. അടുത്ത മൊഡ്യൂൾ നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. നാച്ചുറൽ പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് ആദ്യം വരുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കലോയിഡ്സ് ആണ്. സോ ആൽക്കലോയിഡ്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിൻ്റെ സ്ട്രക്ചർ, ഹെട്രോസൈക്ലിക് റിംഗ് വെച്ചിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടല്ലോ. സോ അതിൽ സ്ട്രക്ചർ വെച്ചിട്ട് തന്നെ ഓരോ ആൽക്കലോയിഡിൻ്റെയും സ്ട്രക്ചർ നോക്കിയിട്ട് ഏതാണ്, അല്ലെങ്കിൽ ഒരു ആൽക്കലോയിഡിൻ്റെ പേര് പറഞ്ഞിട്ട് അതിൻ്റെ സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതിൽ തന്നെ നിക്കോട്ടിൻ്റെ ഫിസിയോളജിക്കൽ ആക്ഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് സെഷനിൽ നിക്കോട്ടിൻ്റെ സ്ട്രക്ചറും ഫിസിയോളജിക്കൽ ആക്ടിവിറ്റിയും വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെയുള്ള ഒരു സബ്സെക്ഷൻ എന്ന് പറയുന്നത് ടെർപീൻസ് ആണ്. ടെർപീൻസും അതിൻ്റെ എസെൻഷ്യൽ ഓയിൽ എന്നുള്ള കാറ്റഗറി ഉണ്ടല്ലോ, ആ ടെർപീൻസിൽ എസെൻഷ്യൽ ഓയിൽ എന്നുള്ള കാറ്റഗറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാറ്റഗറിയാണ്. അതിൽ നിന്നും ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ തന്നെ സ്ട്രക്ചേഴ്സ്, സിട്രാൾ, ഈ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ സിട്രാൾ, ലെമൺ ഓയിൽ, മെൻതോൾ എന്നുള്ള അതിൻ്റെയൊക്കെ സ്ട്രക്ചർ, ഇവിടെയൊക്കെ സ്ട്രക്ചറാണ് ഇമ്പോർട്ടൻ്റ്. ആ സ്ട്രക്ചറും ഉണ്ട് ഇതിൽ ആ പെർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതും അതിൻ്റെ എസെൻസ്, ആ ഒരു സ്മെല്ലൊക്കെ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നാച്ചുറൽ റബ്ബറാണ്. നാച്ചുറൽ റബ്ബറും വോൾക്കനൈസേഷൻ ഓഫ് റബ്ബറും, ഇത് നിങ്ങളുടെ എസ്എ ക്വസ്റ്റ്യനിൽ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് എന്താണ് നാച്ചുറൽ റബ്ബർ, അതിൻ്റെ മോണോമർ എന്താണ്, എങ്ങനെയാണ് അത് പോളിമറൈസ് ചെയ്യുന്നത്, പോളിമറൈസ് ചെയ്താലുള്ള സ്ട്രക്ചർ എങ്ങനെയാണ്, മോണോമറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഈ സ്ട്രക്ചർ എങ്ങനെയാണ് അതിന് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുന്നത്, ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനിലെ അഡ്വാൻറ്റേജസ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിലൊരു മെത്തേഡാണ് നമ്മുടെ വോൾക്കനൈസേഷൻ. വോൾക്കനൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോളിമർ ചെയിൻ തമ്മിലുള്ള ക്രോസ് ലിങ്ക്സ് കൂട്ടിയിട്ട് അതിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് എൻഹാൻസ് ചെയ്യും. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങളുടെ എസ്എ ക്വസ്റ്റ്യൻസിൽ വന്നിരിക്കണം. സോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ എസ്എ മാർക്ക് സ്കോർ ചെയ്യാവുന്ന. സോ ഈ നാച്ചുറൽ പ്രൊഡക്റ്റ് എന്നുള്ള ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു എസ്എ എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ നാച്ചുറൽ പ്രൊഡക്റ്റ് അല്ല, നമ്മളെ നാച്ചുറൽ റബ്ബറിൻ്റെ സിന്തസിസ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ ഓഫ് നാച്ചുറൽ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വോൾക്കനൈസേഷൻ, ഇതൊക്കെ ഒരു എസ്എ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ വരാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നാച്ചുറൽ പ്രൊഡക്റ്റ് എന്നുള്ള ഈ മൊഡ്യൂൾ ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം.
അടുത്ത ലാസ്റ്റ് മൊഡ്യൂൾ വരുന്നത് പെരിസൈക്ലിക് റിയാക്ഷൻ ആണ്. സോ പെരിസൈക്ലിക് റിയാക്ഷനിൽ നിങ്ങൾക്ക് കുറച്ച് റിയാക്ഷൻസ് ഇതുവരെ നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ ഈ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള 6th സെമ്മിൻ്റെ ഓർഗാനിക് കെമിസ്ട്രിയിൽ കുറച്ചും കൂടി റിയാക്ഷൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളുടെ പെരിസൈക്ലിക് റിയാക്ഷൻ. സോ പെരിസൈക്ലിക് റിയാക്ഷനിൽ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇവിടുത്തെ മോളിക്കുലർ ഓർബിറ്റൽസ് ഓഫ് കോൺജുഗേറ്റഡ് സിസ്റ്റം. അതിൽ തന്നെ നമ്മളുടെ എത്തിലീൻ ഉണ്ട്, ബ്യൂട്ടാഡൈൻ ഉണ്ട്, ഹെക്സാടെട്രൈൻ ഉണ്ട്. സോ ഇത്രയും മോളിക്യൂൾസിൻ്റെയൊക്കെ മോളിക്കുലർ ഡയഗ്രാംസും ഹോമോയും ലൂമോയും ഒക്കെ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നതെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിൽ ഏതാണ് ഹോമോ ല്യൂമോ, അതുപോലെ തെർമൽ കണ്ടീഷനിൽ ഏതാണ് ഹോമോ ല്യൂമോ, അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. സോ ഇതിൽ തന്നെ ബ്യൂട്ടാഡൈനിൻ്റെ ഹോമോ ലെവൽസ് അല്ലെങ്കിൽ മോളിക്കുലർ ഓർബിറ്റൽസ് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്, അതുപോലെ ഹെക്സാടെട്രൈൻ്റെ കേസിലും. സോ അതൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. സോ അവിടെ എവിടെയൊക്കെയാണ് നോഡ് വരുന്നതെന്നും സോ ഏതാണ് അവിടെ ഹോമോ ആയിട്ട് ആക്ട് ചെയ്യുന്നതും ഏതാണ് ല്യൂമോ ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്നും നോക്കി വയ്ക്കുക. അതായത് ഫോട്ടോ കെമിക്കൽ കേസിലാണെങ്കിലും തെർമൽ കേസിലാണെങ്കിലും ഏതാണ് ഹോമോ ല്യൂമോ ആയിട്ട് മാറുന്നതെന്നുള്ളത് നോക്കണം. അടുത്തൊരു സബ്സെക്ഷനാണ് ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻ. ഇലക്ട്രോസൈക്ലിക് റിയാക്ഷനിൽ നമ്മൾ സൈക്ലൈസേഷൻ റിയാക്ഷൻ ആണ്. അതിൽ ബ്യൂട്ടാഡൈൻ സൈക്ലോബ്യൂട്ടീൻ ആവുന്നതും ഹെക്സാട്രൈൻ സൈക്ലോ ഹെക്സാഡൈൻ ആവുന്നതും അതിൻ്റെ ആ കൺവേർഷൻ. ഓക്കെ, അതിൽ പിന്നെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് നമ്മളുടെ ഡിസ്റൊട്ടേഷനും കോൺറൊട്ടേഷനും. സോ അത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. എന്താണ് ഡിസ്റൊട്ടേഷൻ എന്നും എന്താണ് കോൺറൊട്ടേഷൻ എന്നുള്ള അത് രണ്ടും കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് 5 മാർക്ക് സെക്ഷനിൽ ഫ്രീക്വൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്റൊട്ടേഷനും കോൺറൊട്ടേഷനും എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു മോളിക്യൂളിനെ വെച്ചിട്ട് നിങ്ങളത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. അതായത് നിങ്ങൾ ബ്യൂട്ടാഡൈൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് എന്താണ് ഡിസ്റൊട്ടേഷൻ എന്നും എന്താണ് കോൺറൊട്ടേഷൻ എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യണം. അതും തന്നെ ഫോട്ടോ കെമിക്കൽ കേസ് എക്സ്പ്ലെയിൻ ചെയ്യണം, അതുപോലെ തെർമൽ കേസും. ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത്രയും നിങ്ങൾ എഴുതിയാലേ നിങ്ങളുടെ ഒരു ഫുൾ മാർക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ആണ് സൈക്ലോ അഡീഷൻ റിയാക്ഷൻ. സൈക്ലോ അഡീഷൻ റിയാക്ഷനിൽ നിങ്ങൾക്ക് ഡീൽസ്-ആഡർ റിയാക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഓഫ് റിയാക്ഷൻസ് ആണ്, അത് ഓർത്ത് വയ്ക്കണം. പിന്നെയുള്ളത് സിഗ്മാട്രോപിക് റിയാക്ഷൻസ് ആണ്. ഈ 1,3, 1,5, 3,3 റീഅറേഞ്ച്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൽ തന്നെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹോഫ്മാൻ എക്സ്പ്ലനേഷൻ, അതായത് നമ്മൾ ഹോഫ്മാൻ റൂള് ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പ് ആൻഡ് ക്ലേസൺ റീഅറേഞ്ച്മെൻറ്റ് ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് 5 മാർക്ക് സെക്ഷനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഇത് ഓർത്ത് വെക്കണം. ഓർഗാനിക് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ 2 ലൈവ് സെക്ഷൻസ് ഓർഗാനിക് കെമിസ്ട്രിയുടേത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല സ്കോർ എല്ലാവർക്കും കിട്ടട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സീ യു ഗൈസ്, ബൈ.